ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒരു ഫോട്ടോ പോലും ഇടാത്ത കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. സെൽഫി പരിപാടിയില്ല, കല്യാണമാണെങ്കിലും ട്രിപ്പ് പോയതാണെങ്കിലും ഒരു അപ്ഡേഷൻ പോലുമില്ല. എല്ലാവരും ലൈക്കിനു വേണ്ടി മത്സരിക്കുന്ന ഈ ലോകത്ത് ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്നാലോചിച്ചു പോകും. ഇവര് വെറും ഒതുങ്ങിക്കൂടുന്നവരല്ല. നമ്മളൊക്കെ സീനാണെന്ന് പറയുമ്പോൾ ഇവരതിലും വലിയ കൂടുതൽ പവറുള്ളവരാണ്. ഈ തഗ് ലൈഫ്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. 1. ലൈക്കല്ല, ജീവിതത്തിൽ സമാധാനം മതി. ഇവരുടെ മെയിൻ പോളിസി എന്താണെന്നറിയോ? സ്വകാര്യതയ്ക്ക് കൊടുക്കുന്ന വാല്യൂ ആണ്. എന്റെ ലൈഫ്, എന്റെ റൂൾസ് എന്നൊരു ഫീൽ. ഞാൻ എന്ത് കാണിക്കണം, എന്ത് കാണിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവരെ ആരും ആന്റി സോഷ്യൽ എന്നൊന്നും വിളിക്കേണ്ട. ഭൂരിഭാഗം ആളുകളും ലൈക്കുകളും കമന്റുകളും കിട്ടാൻ വേണ്ടി തലകുത്തി മറിയുമ്പോൾ ഇവർക്ക് ആ അംഗീകാരത്തിന്റെ ആവശ്യമില്ല. ഇവർക്ക് സ്വയം അംഗീകരിച്ചാൽ മതി എന്ന മട്ടിലിരിക്കും. എന്റെ സന്തോഷം ഞാൻ അറിയണം, ലോകം അറിയേണ്ടതില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ്, ഷോ ഓഫ് പരിപാടി ഇവർക്കില്ല. 2. ഞാനാണ് ബോസ് എന്ന ഫീൽ. ഓൺലൈനിൽ അധികം ഷെയർ ചെയ്യാത്തവരുടെ മെയിൻ പ്ലസ് പോയിന്റ് അവർക്ക് തന്നെ അവരെക്കുറിച്ച് നല്ല ക്ലിയർ ഐഡിയ ഉണ്ട് എന്നതാണ്. അവർ എന്തിനാണ് നിലകൊള്ളുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ലൈഫിലെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അവർക്ക് നന്നായി അറിയാം. വേറെയാരും വന്ന് നന്നായിട്ടുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ട്രെൻഡ് കണ്ടാൽ അതിന്റെ പിന്നാലെ പോവില്ല. അതുപോലെ ആരുമായിട്ടും താരതമ്യം ചെയ്ത് വെറുതെ തലവേദനയുണ്ടാക്കില്ല. ഇവനെന്താ പുതിയ കാർ വാങ്ങിയത്, എനിക്കുമില്ലല്ലോ എന്ന ചിന്തയൊന്നും ഇവർക്കില്ല. പുറത്തുനിന്നുള്ള ഫീഡ്ബാക്കിനു വേണ്ടി ഇവര് ചുമ്മാ വെയിറ്റ് ചെയ്യില്ല. സ്വന്തം വാല്യൂ ഇവർക്ക് കൃത്യമായി അറിയാം. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പവർ. 3. ഉറച്ച ആത്മാഭിമാനം. പോസ്റ്റുകളിടാത്തത് ഇവരുടെ ഉറച്ച ആത്മാഭിമാനം കൊണ്ടാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്ന പഴയ ചിന്ത ഇവർക്കില്ല. ഞാനാണ് വലിയവൻ എന്ന് തെളിയിക്കാൻ ചുമ്മാ സെൽഫികൾ ഇടേണ്ടതില്ല. കാരണം ഇവർക്ക് സ്വയം മതിപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇത്തരം കൂൾ ആൻഡ് ക്വയറ്റായവർക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ കുറവായിരിക്കും. മറ്റുള്ളവർ അംഗീകരിക്കാനായിട്ട് ഇവര് കരഞ്ഞു നടക്കില്ല. അവരെപ്പോഴും അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കും. കാരണം അവർക്ക് സ്വന്തം വഴിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. 4. വാല്യൂ ഉണ്ടാവണം. ഓൺലൈനിൽ സൈലന്റായി ഇരിക്കുന്നവർ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ശരിക്കും വാല്യൂ ഉണ്ടാവണം. വെറുതെ എന്തെങ്കിലും ഇട്ട് വലിയ ആളാവാൻ ഇവർക്ക് താൽപ്പര്യമില്ല. അവർ എന്തു പറയും എന്നതിനേക്കാൾ എന്റെ നിലവാരമെന്താണ് എന്ന് നോക്കിയാണ് ഇവർ സ്വയം വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയയിലെ ന്യൂസ് ഫീഡ് കണ്ടിട്ട് ഇവർ കൂടുതൽ പ്രതികരിക്കില്ല. കാരണം ഇവർക്കറിയാം ഇവിടെ കാണുന്നതൊന്നും അത്ര റിയലല്ല. ഒരുപാട് ആലോചിച്ചിട്ടേ ഇവർ ഓരോ കാര്യത്തിലും പ്രതികരിക്കുകയുള്ളൂ. 5. സോഷ്യൽ മീഡിയയുടെ തട്ടിപ്പ് അവർക്ക് മനസ്സിലാവും. സോഷ്യൽ മീഡിയ യാഥാർത്ഥ്യത്തെ എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നിവർക്ക് നന്നായി അറിയാം. എല്ലാവരും അവരുടെ ഹൈലൈറ്റ് റീൽസ് മാത്രം കാണിക്കുമ്പോൾ അതുമായി താരതമ്യം ചെയ്ത് വെറുതെ തലവേദനയുണ്ടാക്കുന്നതിനെ സോഷ്യൽ താരതമ്യ സിദ്ധാന്തം എന്ന് പറയും. ഒതുങ്ങി നിൽക്കുന്നതിലൂടെ താരതമ്യത്തിന്റെ കെണിയിൽ നിന്ന് മനസ്സിനെ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നു. മനസ്സമാധാനമാണ് ഇവരുടെ ചോയ്സ്. കാരണം സ്വന്തം മെന്റൽ ഹെൽത്താണ് വലുതെന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. ആരും കാണാതെ ജീവിക്കുന്നതാണ് ഇവരുടെ റിയൽ സ്റ്റൈൽ. അപ്പോൾ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഫോട്ടോ ഇടാത്തവരെ കണ്ടാൽ ഇവനെന്താ ഇങ്ങനെ എന്ന് ചുമ്മാ കരുതണ്ട. അവർ ഒരുപക്ഷെ മറ്റെല്ലാവരെക്കാളും കൂടുതൽ ബുദ്ധിശാലികളും സമാധാനമുള്ളവരും എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി അറിയുന്നവരുമായിരിക്കും. ആരും കാണേണ്ട ആവശ്യമില്ല അവർക്ക് സ്വയം അടിപൊളിയായിരിക്കാൻ. അതാണ് റിയൽ പവർ.